ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് പല ചർച്ചകളിലും സ്ഥിരമായി കേൾക്കുന്ന ചില വാദങ്ങളെക്കുറിച്ചാണ്. ദൈവം സമയത്തിന് പുറത്താണ്. ദൈവത്തിന് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ കാലഘട്ടങ്ങളില്ല. ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയം ഇതാണ്. ഇതൊക്കെ വെറും വിശ്വാസവാക്കുകളല്ലേ? ഇതിന് യുക്തിയുണ്ടോ? അക്കാദമിക് ലോകം ഈ വാദങ്ങളെ എങ്ങനെ കാണുന്നു? ആദ്യം സമയം എന്ന കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ അനുഭവിക്കുന്ന സമയം എന്നത് മാറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഒരു വസ്തു മാറുമ്പോഴാണ് മുമ്പ്, ഇപ്പോൾ, ശേഷം എന്ന അനുഭവം നമ്മൾക്ക് ഉണ്ടാകുന്നത്. ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത് സമയം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നാണ്. സ്ഥലം, ദ്രവ്യം, ഊർജം എന്നിവയോടൊപ്പം സമയം തന്നെ പ്രപഞ്ചത്തോടൊപ്പം ആരംഭിച്ചു എന്നതാണ് കോസ്മോളജിയുടെ പ്രധാന കണ്ടെത്തൽ. അതിനാൽ പ്രപഞ്ചം തുടങ്ങുന്നതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശാസ്ത്രീയമായ അർത്ഥമുള്ള വാദമല്ല. ഇവിടെ നിന്നാണ് തത്വശാസ്ത്രം ഒരു ചോദ്യം ഉയർത്തുന്നത്. പ്രപഞ്ചം തന്നെ സമയത്തോടൊപ്പം ആരംഭിച്ചുവെങ്കിൽ പ്രപഞ്ചത്തിന് കാരണമായ യാഥാർത്ഥ്യം സമയത്തിനകത്ത് എങ്ങനെ ഉണ്ടായിരിക്കും? ഇതാണ് ദൈവം സമയത്തിന് പുറത്താണ് എന്ന വാദത്തിന്റെ അക്കാദമിക് പശ്ചാത്തലം. ഇത് പറയുന്നത് ദൈവം ഒരുപാട് കാലം ജീവിച്ചു എന്ന അർത്ഥത്തിലല്ല. കാരണം ഒരുപാട് കാലം എന്ന് പറയുന്നത് തന്നെ സമയം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. പല വർഷങ്ങൾ, പല കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സമയം മുന്നോട്ട് പോകുന്നു എന്ന ധാരണ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. പകരം പറയുന്നത് ഇതാണ്: ദൈവം സമയം മുന്നോട്ടു പോകുന്ന ഒരു പ്രവാഹത്തിനകത്ത് ജീവിക്കുന്ന ഒരു സത്തയല്ല. നമ്മൾക്ക് ഒരു ദിവസം കഴിഞ്ഞു, പിന്നെ മറ്റൊരു ദിവസം വരും. ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെ സമയം നമ്മളെ ബാധിക്കും. പക്ഷേ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊരു ഇന്നലെ, ഇന്ന്, നാളെ എന്ന അനുഭവം ദൈവത്തിനില്ല എന്നതാണ് തത്വശാസ്ത്രം ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവം സമയം കടന്നുപോകുന്നത് കാത്തിരിക്കുന്നവനല്ല, സമയം തന്നെ നിലനിൽക്കാൻ കഴിയുന്ന അടിസ്ഥാന യാഥാർത്ഥ്യവുമായി ദൈവം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന ആശയമാണ് ഇവിടെ പറയുന്നത്. അതിനാലാണ് ദൈവം സമയത്തിന് പുറത്താണ് എന്ന് പറഞ്ഞാൽ ദൈവം വളരെ പഴയതാണ് എന്ന അർത്ഥമല്ലെന്ന് അക്കാദമിക് തലത്തിൽ പ്രത്യേകം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന കാലവിഭജനം ഇല്ല എന്ന് തത്വശാസ്ത്രം പറയുന്നത്. അക്കാദമിക് നിലപാടിൽ ദൈവം സമയത്തിനകത്ത് സഞ്ചരിക്കുന്നവനല്ല, പകരം സമയത്തിന്റെ മുഴുവൻ യാഥാർത്ഥ്യവും ഒരേ സമയം അറിയുന്നവൻ എന്ന ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് മനുഷ്യർക്കു കൽപ്പന ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാകാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യാനുഭവത്തെ അടിസ്ഥാനമാക്കി ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. മനുഷ്യൻ സമയം അനുഭവിക്കുന്നത് മാറുന്നതിനാലാണ്. പക്ഷേ ദൈവത്തെ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു സത്തയായി അക്കാദമിക് തത്വശാസ്ത്രം കാണുന്നില്ല. ഇനി ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല എന്ന വാദത്തിലേക്ക് വരാം. ഇവിടെ പലരും ചോദിക്കും, ദൈവം പ്രപഞ്ചത്തിലില്ലെങ്കിൽ അപ്പോൾ ദൈവം എവിടെയാണ്? ഇവിടെ, എവിടെ എന്ന ചോദ്യം സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ സ്ഥലം തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന് ശാസ്ത്രം പറയുന്നു. അതിനാൽ ദൈവത്തെ ഒരു സ്ഥലത്തിനകത്ത് ഇരിക്കുന്ന ഒരാളായി ചിന്തിക്കുന്നത് തന്നെ അക്കാദമിക് തലത്തിൽ ഒരു തെറ്റായ ധാരണയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ ദൈവം ഇല്ല എന്ന് അല്ല പറയുന്നത്. ഇതിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ കാണുന്നതും സ്പർശിക്കുന്നതും അളക്കാൻ കഴിയുന്നതുമായ എല്ലാം പ്രപഞ്ചത്തിനുള്ളിലാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഈ പട്ടികയിലെ ഒരു വസ്തുവായി ഉൾപ്പെടുന്നില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ലളിതമായ ഉദാഹരണം പറയാം. വൈദ്യുതി ഫാൻ അല്ല, ലൈറ്റ് അല്ല, ടിവി അല്ല. പക്ഷേ ഫാനും ലൈറ്റും ടിവിയും പ്രവർത്തിക്കാൻ കഴിയുന്നത് വൈദ്യുതി ഉണ്ടാകുന്നതിനാലാണ്. അതുപോലെ തന്നെ ദൈവം പ്രപഞ്ചത്തിലെ ഒരു വസ്തുവല്ല, പക്ഷേ പ്രപഞ്ചം തന്നെ നിലനിൽക്കാൻ കഴിയുന്ന അടിസ്ഥാനമായ കാരണത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഇവയെല്ലാം കേട്ടാൽ ചിലർ പറയും, ഇതൊക്കെ തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ? ഇത് വളരെ സാധാരണമായ ഒരു യുക്തായി ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ ഇന്ന് ശീലിച്ചിരിക്കുന്ന ചിന്താശൈലി തെളിയിക്കാൻ പറ്റുന്നതാണ് ശരി എന്ന രീതിയിലേക്കാണ് കൂടുതൽ പോകുന്നത്. ഇവിടെ തത്വശാസ്ത്രം ആദ്യം ചോദിക്കുന്നത് ഒരു കാര്യമാണ്. തെളിയിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള തെളിവാണ്? ശാസ്ത്രത്തിൽ തെളിവ് എന്നത് പരീക്ഷണം, നിരീക്ഷണം, അളവ് ഇവയെ ആശ്രയിച്ചാണ്. പക്ഷേ ശാസ്ത്രം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്: ശാസ്ത്രം പരിശോധിക്കുന്നത് പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെയാണ്. അതിനാൽ പ്രപഞ്ചത്തിനുള്ളിൽ അല്ലാത്തതിനെ ശാസ്ത്രീയ പരീക്ഷണത്തിലൂടെ തെളിയിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് തത്വശാസ്ത്രപരമായി ശരിയായ ആവശ്യമല്ല. ഒരു ഉദാഹരണം പറയാം. ഗണിതത്തിലെ പല സത്യങ്ങളും പരീക്ഷണം നടത്തി തെളിയിക്കുന്നതല്ല, അവ യുക്തിയിലൂടെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് ഗണിതം അസത്യമായി മാറുന്നില്ല. അതുപോലെ തന്നെ യുക്തി നിയമങ്ങൾ, തർക്കശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ, നീതിശാസ്ത്രത്തിലെ മൂല്യങ്ങൾ ഇവയെല്ലാം ശാസ്ത്രീയ പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നതല്ല. പക്ഷേ അവയെല്ലാം അക്കാദമിക് ലോകം ഗൗരവമായി സ്വീകരിക്കുന്നു. ഇവിടെ തത്വശാസ്ത്രം പറയുന്നത് ഇതാണ്: എല്ലാ യുക്തിപരമായ ചോദ്യങ്ങളും ഒരേ തരത്തിലുള്ള തെളിവ്
ആവശ്യപ്പെടുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലെ പരീക്ഷണശാലയിൽ വെച്ച് പരിശോധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല അവ യുക്തിരഹിതമാകുന്നത്. തത്വശാസ്ത്രം ഇവിടെ പരിശോധിക്കുന്നത് ഈ വാദങ്ങൾ യുക്തിയോട് പൊരുത്തപ്പെടുന്നുണ്ടോ, സ്വയം വിരുദ്ധമാണോ, മറ്റ് യുക്തിനിയമങ്ങളോട് വിരോധം ഉണ്ടാക്കുന്നുണ്ടോ എന്നതുകളാണ്. അതിനാൽ ദൈവം സമയത്തിന് പുറത്താണ്. ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല. ദൈവത്തിന് നമ്മുടെ പോലെ ഭൂതം, വർത്തമാനം, ഭാവി എന്ന വിഭജനമില്ല എന്ന വാദങ്ങൾ അക്കാദമിക് തലത്തിൽ യുക്തിരഹിതമായി തള്ളിക്കളയപ്പെട്ടവയല്ല. അതേസമയം ഇവ ദൈവത്തിന്റെ നിലനിൽപ്പ് അന്തിമമായി തെളിയിക്കുന്ന വാദങ്ങളുമല്ല. അക്കാദമിക് ലോകം ഇവയെ കാണുന്നത് ദൈവചിന്തയെ യുക്തിപരമായി മനസ്സിലാക്കാനുള്ള ഗൗരവമുള്ള തത്വചിന്താപരമായ ശ്രമങ്ങളായിട്ടാണ്. ഇതുപോലെ കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ചർച്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ.